ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതായത് കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം ഫസ്റ്റിലെ ആർട്ടിക്കിൾ 89 ആർട്ടിക്കിൾ 89 ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആർട്ടിക്കിൾ 89 കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾ നമ്പർ അറിയില്ലായിരിക്കും, പക്ഷെ അതിലെ കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. അല്ലെങ്കിൽ പലർക്കും അത് അറിയണമെന്ന് ആഗ്രഹമുള്ളവരും ആയിരിക്കാം. കാരണം ഈ ആർട്ടിക്കിൾ 89 പറയുന്നത് ഡിഡക്ഷൻസ് ഫ്രം പേ ബിൽസ് എന്നാണ്. ഡിഡക്ഷൻസ് ഫ്രം പേ ബിൽസ്, ശമ്പള ബില്ലുകളിൽ നിന്നുള്ള കുറവ് ചെയ്യലുകൾ. ഡിഡക്ഷൻസ് എന്തൊക്കെയാണ്? ശമ്പള ബില്ലിൽ നിന്ന് കുറവ് ചെയ്യാം, നിർബന്ധമായും കുറവ് ചെയ്യേണ്ട സംഗതികൾ എന്തെല്ലാമാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഫണ്ട് ഡിഡക്ഷൻസിനാണ്. എന്താണ് ഫണ്ട് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഫണ്ട് ഡിഡക്ഷൻസിന് വരുന്നത് കേരള ഫിനാൻഷ്യൽ കോഡ് അനുസരിച്ച്, ഫിനാൻഷ്യൽ കോഡിലെ ആർട്ടിക്കിൾ 89 അനുസരിച്ച് ഫണ്ട് ഡിഡക്ഷൻസിന് വരുന്നത് ജി പി എഫും KASEPF ആണ്. GPF എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും KASEPF എന്ന് പറയുന്നത് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കും ഉള്ളതാണ്. നിർബന്ധമായും ഈ PF ഡിഡക്ഷൻ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഉണ്ടായിരിക്കണം എന്നാണ് ആർട്ടിക്കിൾ 89 പറയുന്നത്. അതായത് സർവീസിൽ കയറി പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ ഉടൻ തന്നെ പിറ്റേ മാസം മുതൽ PF ഡിഡക്ഷൻ ആരംഭിച്ചിരിക്കണം. PF ഡിഡക്ഷൻ ആരംഭിക്കാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് എയ്ഡഡ് മേഖലയിൽ ചെയ്യുന്നത്. സർക്കാർ മേഖലയിലും ഏകദേശം അത് പൂർത്തീകരിച്ച് വരുന്നുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് അക്കൗണ്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ അക്കൗണ്ട് നമ്പർ നമ്മുടെ സർവീസ് ബുക്കിൽ കൃത്യമായും എൻ്റർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ മലയാളം സർവീസ് ബുക്കാണ് എങ്കിൽ അതിൽ പേജ് നമ്പർ 8 ഒരു ചതുരക്കോളം ഉണ്ട്. അതിൽ ചുവപ്പ് മഷിയിട്ട് കൃത്യമായും നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്തിരിക്കണം. അതോടൊപ്പം ആ പേജ് നമ്പർ 8 തന്നെ അതിന് താഴെയായിട്ട് നോമിനീസ്, അതായത് ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശികൾ ആരാണ് എന്നുള്ള കാര്യം ആ സർവീസ് ബുക്കിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അക്കൗണ്ട് നമ്പരും നോമിനീസും എഴുതിയതിന് ശേഷം ഹെഡ് ഓഫ് ഓഫീസിൽ അല്ലെങ്കിൽ DDO, ഹെഡ് ഓഫ് ഓഫീസർ അഥവാ DDO അത് കൗണ്ടർ സൈൻ ചെയ്തിരിക്കുകയും വേണം. ഇത് നിർബന്ധമായിട്ടും ഉദ്യോഗസ്ഥർ സർവീസ് ബുക്ക് വാങ്ങി പരിശോധിക്കേണ്ടതാണ്. വർഷത്തിൽ ഒരു ദിവസം സർവീസ് ബുക്ക് പരിശോധിക്കാനുള്ള അവകാശം അതാത് ഉദ്യോഗസ്ഥർക്ക് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അത് വാങ്ങി നിങ്ങളുടെ അക്കൗണ്ട് നമ്പരൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടോ, നിങ്ങളുടെ നോമിനീസിന് അതിന് ചേർത്തിട്ടുണ്ടോ, PF അക്കൗണ്ട് നമ്പർ മാത്രമല്ല GAS അക്കൗണ്ട് നമ്പർ, SLA അക്കൗണ്ട് നമ്പർ, അതിൻ്റെ നോമിനീസ് ഇതെല്ലാം സർവീസ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടോ, കൃത്യമായിട്ട് എല്ലാ എൻട്രീസ് നടന്നിട്ടുണ്ടോ, എല്ലാ പേപ്പറുകളും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വർഷത്തിലൊരിക്കൽ വാങ്ങി വെരിഫൈ ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ PF അക്കൗണ്ട് തുടങ്ങി സർവീസ് ബുക്കിൽ അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ ഒരു ഓഫീസിൽ PFൽ എത്ര പേര്, ആരൊക്കെയാണ് അംഗങ്ങളായിട്ടുള്ളത് എന്നുള്ള ഒരു രജിസ്റ്റർ നിർബന്ധമായിട്ടും ഓഫീസിൽ സൂക്ഷിക്കണം. PFലെ അംഗങ്ങൾ ആരൊക്കെയാണ്, എത്ര രൂപ വീതമാണ് അവരുടെ സബ്സ്ക്രിപ്ഷൻ, അവരുടെ അക്കൗണ്ട് നമ്പർ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കണം. മാത്രമല്ല, ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫറായി പോവുകയോ സർവീസിൽ നിന്ന് രാജിവെക്കുകയോ സർവീസിലിരിക്കെ മരിക്കുകയോ ചെയ്താൽ, ഏത് ഓഫീസിലാണോ ഈ സംഭവം നടക്കുന്നത്, ട്രാൻസ്ഫർ അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ രാജിവെക്കൽ തുടങ്ങിയവ ഏത് ഓഫീസിൽ വെച്ച് നടക്കുന്നു, ആ തീയതി കൃത്യമായും ആ ബുക്ക് രജിസ്റ്ററിൽ എൻ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരാൾ ട്രാൻസ്ഫറായി പോകുന്നു എങ്കിൽ ഏത് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫറായോ ആ ഓഫീസിലും ട്രാൻസ്ഫർ ഓർഡർ നമ്പരും എവിടേക്ക് പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായി രജിസ്റ്റർ എഴുതണം. പുതിയൊരു ഓഫീസിൽ എത്തിച്ചേർന്നാൽ
അവിടുത്തെ PF രജിസ്റ്ററിലും ഏത് ഓഫീസിൽ നിന്ന് ഏത് ഉത്തരവ് പ്രകാരമാണ് ട്രാൻസ്ഫറായി വന്നത് എന്നുള്ള കാര്യവും നിർബന്ധമായും എഴുതണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ കാര്യങ്ങൾ. ഇത് കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ 89 ഒന്നാമത്തെ സെക്ഷനിൽ, ഒന്നാമത്തെ സബ് റൂളിലാണ് ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നത്. ഇനി അടുത്ത ഡിഡക്ഷൻ എന്ന് പറയുന്നത് PF കഴിഞ്ഞാൽ അടുത്ത നിർബന്ധമായി ഡിഡക്ഷൻ നടത്തുന്നത് ഇൻകം ടാക്സ് ഡിഡക്ഷനാണ്. ആർട്ടിക്കിൾ 89(2) ഇൻകം ടാക്സ് ഡിഡക്ഷൻ വരുന്നത്. 89(2) ഇൻകം ടാക്സ് ഡിഡക്ഷൻ വരുന്നത്. അതായത് ആദായ നികുതി. ഇൻകം ടാക്സിന്റെ മലയാളമാണ് ആദായ നികുതി. അതായത് ഒരു വർഷം 5 ലക്ഷത്തിൽ കൂടുതൽ സാലറി വാങ്ങുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും DDO മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, മന്ത്ലി ആയിട്ട് അവരുടെ ഇൻകം ടാക്സിനെ ഡിവൈഡ് ചെയ്ത് കളക്ട് ചെയ്യേണ്ടതാണ്. സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ കോഡിലെ 89(2) ഈ കാര്യം പറയുന്നത്. അടുത്ത് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഡിഡക്ഷൻസ് ആണ്. ആർട്ടിക്കിൾ 89(3) കോപ്പറേറ്റീവ് സൊസൈറ്റികളിലെ ഡിഡക്ഷനെ കുറിച്ച് പറയുന്നത്. 89(3) ആർട്ടിക്കിൾ 89(3) അതായത് സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള കിഴിവുകളാണ് ആ 89(3) പറയുന്നത്. അടുത്ത് പറയുന്നത് ആർട്ടിക്കിൾ 89(4) ഡിഡക്ഷൻ ഓഫ് അക്കൗണ്ട് ഓഫ് പേ ആൻഡ് അലവൻസസ്, സിവിൽ കോർട്ട് അറ്റാച്ച്മെന്റ്. അതായത് സിവിൽ കോർട്ട് അറ്റാച്ച്മെന്റ് വഴി ഉണ്ടാകുന്ന ഡിഡക്ഷൻസ് ആണ്. ഈ സിവിൽ കോർട്ട് അറ്റാച്ച്മെന്റ് വഴി ഉണ്ടാകുന്ന ഡിഡക്ഷനിൽ നിന്ന് ഒഴിവാക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. ഏതൊക്കെയാണ് സിവിൽ കോർട്ട് അറ്റാച്ച്മെന്റ് നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള ടിഎകളും ഇതിൽ നിന്ന് ഒഴിവാക്കാം. സിവിൽ കോർട്ട് അറ്റാച്ച്മെന്റിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള ടിഎ ഡിഡക്ഷൻ ചെയ്യുന്നത് ഒഴിവാക്കാം. ടി എമൗണ്ട് ഒഴിവാക്കാം. അതുപോലെ HRA ഹൗസ് റെന്റ് അലവൻസ് ഒഴിവാക്കാം. യൂണിഫോം അലവൻസ്, റേഷൻ അലവൻസുകൾ എന്നിവ ഒഴിവാക്കാം. സ്റ്റൈപൻഡ് ഡിഡക്ഷൻ നിന്ന് ഒഴിവാക്കാം. റിക്കവറിയിൽ നിന്ന് ഒഴിവാക്കാം. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എമൗണ്ട്. ഈ സംഭവങ്ങളെല്ലാം തന്നെ കോടതി റിക്കവറിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് വിശദമായിട്ട് വായിക്കാൻ കേരള ഫിനാൻഷ്യൽ കോഡ് ആർട്ടിക്കിൾ 89 പല ആവർത്തി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അപ്രധാനങ്ങളായ, ചിലപ്പോൾ നിങ്ങൾക്കത് പ്രധാനമായിട്ട് തോന്നിയിരിക്കാം. നിങ്ങൾ സർവീസിലായാലും ജീവിതത്തിലായാലും ഒത്തിരി റിക്കവറികളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ 90% പേർക്കും ഉള്ളതാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ആർട്ടിക്കിൾ 89 നിങ്ങൾ വായിച്ചിരിക്കുക. പരീക്ഷയെ കരുതിയെന്ന് മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, അതുകൊണ്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ചാനലിൽ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. അവിടെ പതുക്കെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെൽ ബട്ടൺ വന്ന് വരും, അതിലും ടച്ച് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ മെയിൽ ID വാട്സാപ്പ് നമ്പറോ ചോദിച്ചെന്നിരിക്കാം, അത് എൻ്റർ ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ചാനലിൽ വരുന്ന ഓരോ ദിവസവും വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ യൂട്യൂബിൽ ലഭിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും ഒരു ഉപേക്ഷ വിചാരിക്കരുത്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രയോജനപ്പെടാം, നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്ക് പ്രയോജനപ്പെടാം, നിങ്ങളുടെ ഓഫീസിലുള്ളവർക്ക് പ്രയോജനപ്പെടാം, പരീക്ഷ എഴുതുന്നവർക്ക്, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പരീക്ഷ എഴുതുന്നവർക്ക് മാത്രമല്ല, സർവീസിലിരിക്കുന്ന എല്ലാവർക്കും, പരീക്ഷ പാസ്സായവർക്ക് വരെ ഇത് പ്രയോജനപ്പെടുന്നുള്ള കാര്യങ്ങളാണ്. സർവീസിൽ എപ്പോഴും ഉപയോഗത്തിൽ വരുന്ന ഒരു സംഭവമാണ് ഈ ചാനൽ. ഇനിയും ഇതുപോലുള്ള പല കാര്യങ്ങളും പ്രധാനപ്പെട്ട, അതായത് ഈ ഗവൺമെൻറ് ഓർഡേഴ്സ് എല്ലാം തന്നെ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഓർഡേഴ്സ് എല്ലാം ഡെയിലി അതുപോലെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ കാലമായതുകൊണ്ടാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ ട്രഷറി കോഡ് കഴിഞ്ഞു. ഫിനാൻഷ്യൽ കോഡിൻ്റെ ഏകദേശം പകുതിയോളം എത്തി. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, ഇനി നിങ്ങളെല്ലാവരും
പുസ്തകം എടുക്കണം. കേരള ഫിനാൻഷ്യൽ കോഡ് പുസ്തകം ആർട്ടിക്കിൾ 89 അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ആർട്ടിക്കിൾ 89 പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. പലരും പറയുന്നുണ്ട്, മറന്നു പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക. ഒരു പ്രത്യേക സമയം നോക്കരുത്. നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ ബൈഹാർട്ടാവും, മനഃപ്പാഠമാകും. അപ്പോൾ വിഷയത്തിലേക്ക് വരികയാണ്. പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം ഇതായിരുന്നു: ഡിഡക്ഷൻ ഓഫ് എമൗണ്ട്സ് ഡ്യൂ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എഫക്റ്റഡ് ബൈ ഡാഷ്. ഡിഡക്ഷൻ ഓഫ് എമൗണ്ട്സ് ഡ്യൂ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എഫക്റ്റഡ് ബൈ ഡാഷ്. ദി ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ. ചോദ്യം ഇരിക്കുന്നു: ഡിഡക്ഷൻ ഓഫ് എമൗണ്ട്സ് ഡ്യൂ ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എഫക്റ്റഡ് ബൈ ഡാഷ്. ദി ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ. അടുത്ത ചോദ്യം: അലവൻസസ് ഡിക്ലെയർഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ബി എക്സംപ്റ്റഡ് ഫ്രം അറ്റാച്ച്മെന്റ് ബൈ ഓർഡർ ഓഫ് എ കോർട്ട്. Allowances declared by the state government to be exempted from attachment by order of the court. Answer: travelling allowance, conveyance allowance and house rent allowance. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഏതൊക്കെയാണ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. Allowances declared by the state government to exempted from attachment by court of order of court. ഏതൊക്കെയാണ് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്? TA, കൺവേയൻസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ് എക്സെട്ര. അടുത്ത ചോദ്യം: ദി പ്രൊസീജിയർ ടു ബി ഫോളോഡ് വെൻ എ ഗവൺമെന്റ് സർവൻറ്റ് ഇന്റലക്ച്വലി അലൗസ് ഹിസ് പേ ടു റിമെയിൻ അൺഡിസ്ബേഴ്സ്ഡ് or undrawn with a view to evading payment on account due to cooperative societies duly registered is dash. പുസ്തകത്തിൽ ഇതേ സെൻറ്റൻസ് തന്നെ വായിക്കാൻ സാധിക്കും. നിങ്ങൾ പെൻസിൽ എടുത്ത് പുസ്തകത്തിൽ ആ സെൻറ്റൻസിൻ്റെ അടിയിൽ നീറ്റായിട്ട് വരയ്ക്കുക. വീണ്ടും ആവർത്തിച്ച് ആ സെൻറ്റൻസ് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഈ യൂട്യൂബ് ചാനൽ കേൾക്കുക. പരീക്ഷയുടെ തലേ ദിവസം കൃത്യമായും ആ എഴുതിയ വരച്ച കാര്യങ്ങൾ റബ്ബറിട്ട് മായ്ച്ച് കളയണം. വരച്ച ബുക്കുമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷാ ഹാളിൽ പോകാൻ പാടില്ല. അപ്പോൾ ഈ സെൻറ്റൻസ് ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. ദി പ്രൊസീജിയർ ടു ബി ഫോളോഡ് വെൻ എ ഗവൺമെൻറ് സർവൻറ്റ് intentionally allows his pay to remain undisbursed or undrawn with a view to evading payment on account due to cooperative societies duly registered is dash. Answer: the pay of the official should be drawn by the administrative head of the department under intimation to him and remit the dues to the society. Answer ഇരിക്കുക. The pay of the official should be drawn by the administrative head of the department under intimation to him and remit the dues to the society. അടുത്ത ചോദ്യം: which of the following is not a compulsory deduction from pay bills? Which of the following is not a compulsory deduction from pay bills? ശമ്പള ബില്ലിൽ നിന്ന് കമ്പൽസറി ആയി ഡിഡക്റ്റ് ചെയ്യേണ്ടാത്ത സാധനം ഏതാണ്? ഏത് ഡിഡക്ഷനാണ് ശമ്പള ബില്ലിൽ നിന്ന് കമ്പൽസറി ആയി ഡിഡക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത്? ചോദ്യം ഒരിക്കൽ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പൽസറി ഡിഡക്ഷൻ ഫ്രം പേ ബിൽസ്? ആൻസർ: കോഓപ്പറേറ്റീവ് ഡ്യൂസ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കേണ്ട ഡിഡക്ഷൻസ് കമ്പൽസറി ഡിഡക്ഷൻ അല്ല. എല്ലാവരും ഓർത്തിരിക്കുക. കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കേണ്ട ഡിഡക്ഷൻസ് കമ്പൽസറി ഡിഡക്ഷൻ അല്ല. പക്ഷേ ഇൻകം ടാക്സ് ഡിഡക്ഷൻ കമ്പൽസറിയാണ്, പ്രൊവിഷണൽ ടാക്സ് ഡിഡക്ഷൻ കമ്പൽസറിയാണ്,
പ്രോവിഡന്റ് ഫണ്ട് ഡിഡക്ഷൻ കമ്പൽസറിയാണ്, ഗ്രൂപ്പ് ഇൻഷുറൻസ് ഡിഡക്ഷൻ കമ്പൽസറിയാണ്, SLA ഡിഡക്ഷൻ കമ്പൽസറിയാണ്, പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കമ്പൽസറിയാണ്. അതെല്ലാം കമ്പൽസറിയാണ്. പക്ഷേ കോപ്പറേറ്റീവ് ഡ്യൂസ് കമ്പൽസറി അല്ല. ഓർക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പൽസറി ഡിഡക്ഷൻ ഫ്രം പേ ബിൽസ്? കോപ്പറേറ്റീവ് ഡ്യൂസ്. പല പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. പല പ്രാവശ്യം പലരും തെറ്റിച്ചിട്ടുള്ള ചോദ്യവും ഇത് തന്നെയാണ്. അതാണ് ഞാൻ ഇത്രയും എക്സ്പ്രസ് ചെയ്ത് പറയാൻ കാരണം. അടുത്ത ചോദ്യം. ദി എൻറ്റയർ സാലറി ക്യാൻ ബി ഡിഡക്റ്റഡ് ടുവേഴ്സ് ഡാഷ് ഇഫ് നീഡ്സ്. The entire salary can be deducted towards dash it needs. Cooperative dues. അത്യാവശ്യമെങ്കിൽ മാത്രമേ കോപ്പറേറ്റീവ് ഡ്യൂസ് ഡിഡക്റ്റ് ചെയ്യാവൂ. അടുത്ത ചോദ്യം. രജിസ്റ്റർ ഓഫ് കോർട്ട് അറ്റാച്ച്മെന്റ് ഓഫ് പേ എക്സെട്ര ഈസ് മെയിൻറ്റൈൻഡ് ഇൻ KFC ഫോം ഡാഷ്. രജിസ്റ്റർ ഓഫ് കോർട്ട് അറ്റാച്ച്മെന്റ് ഓഫ് പേ എക്സെട്ര ഈസ് മെയിൻറ്റൈൻഡ് ഇൻ KFC ഫോം ഡാഷ് 4A. 4A ഫോമിലാണ്, KFC ഫോം 4Aയിലാണ് രജിസ്റ്റർ ഓഫ് കോർട്ട് അറ്റാച്ച്മെന്റ് എഴുതേണ്ടത്. KFC ഫോം 4A, രജിസ്റ്റർ ഓഫ് കോർട്ട് അറ്റാച്ച്മെന്റ് ആൻഡ് അതർ പേസ്. അപ്പോൾ ഇത്രയുമാണ് ആർട്ടിക്കിൾ 89 നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. എൻ്റെ പേര് അലക്സ് ബോസ്കോ. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ KSRൻ്റെയും KERൻ്റെയും ഒക്കെ ഓൺലൈൻ ഇൻട്രാക്ഷൻ ക്ലാസ്സുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏവർക്കും അഭിവാദ്യം. താങ്ക് യു.